ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് കോക്കനട്ട് ട്രഷറുമായിട്ടാണ്. പേര് ഭയങ്കര ഭയാനകമാണ്. സംഭവം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മുടെ കൊഴക്കട്ടയുടെയൊക്കെ വകഭേദമായിട്ട് വരും. ആദ്യം തന്നെ ഒരു അരിപ്പൊടിയല്ല, 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് 1/4 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓവറാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, അത് തന്നെ നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ അത്രയും സോഫ്റ്റായിട്ട് ഇങ്ങനെ താഴ്ന്നു പോകണം. അതാണ് കറക്റ്റ് പരുവം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഫില്ലിങ്ങിന് കുറേ ആഡംബരം കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മധുരത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. ഇനി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ മാത്രം ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ഓരോ ബോൾസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നടുക്ക് നല്ലൊരു കുഴി ഉണ്ടാക്കുക. എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം കുഴി ഉണ്ടാക്കുക. അതിനുശേഷം എത്രത്തോളം ഇതിനകത്ത് ഫില്ലിങ് നിറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഫില്ലിങ് നിറച്ച് തിരിച്ച് നമ്മൾ ആ ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാക്കി കൂട്ടാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ വെളുത്തുള്ളി നോക്കും കൂടുതലും നമ്മൾ കാണുന്നത് ഇതേപോലെ സാൻഡ്വിച്ചിൽ അതിൻ്റെ മുകളിലായിട്ടൊക്കെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു ഭംഗിയും കൂടെ കണ്ട് കുട്ടികൾ കഴിച്ചോളും. സംഭവം ഈ ഒരു എള്ളൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും. ഇനി നമ്മൾ കുക്കറിനകത്ത് വെച്ച് കുക്കറല്ലല്ലോ, ഇഡലി തട്ടകത്തിനകത്ത് വെച്ചാണ്, ആവിയിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റ് മതി കേട്ടോ. 10 മുതൽ 15 മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് വരാനായിട്ട്. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റ് കോക്കനട്ട് ഡിലൈറ്റ് അല്ലെങ്കിൽ ക്യാരറ്റ് കോക്കനട്ട് ട്രഷർ എന്ന് വിളിക്കുന്ന എൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. ഇന്നത്തെ ഫില്ലിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.